ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ പുതിയൊരു ടെക് വീഡിയോ ആയിട്ടാണ്. ഇത് നമ്മുടെ ടെക് ഐറ്റം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു ബഡ്ജറ്റ് ഫോണാണ്. അതിനെ പറ്റിയുള്ള കുറച്ച് ബെസ്റ്റ് ഫീച്ചേഴ്സ്, റിവ്യൂ ഇതൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒട്ടും സമയങ്ങളാണ്, നേരെ നമ്മുടെ വീഡിയോട്ട് പോകാം. കം ഓൺ ഗായ്സ്, ലെറ്റ്സ് ഗോ. ഗായ്സ്, നമ്മൾ ഇന്ന് പറയാൻ പോണ ഫോണിന്റെ പേരാണ് HMD-ARC2. അതാണ് ഈ ഫോണിന്റെ പേര്. ഓക്കെ, ഇതൊരു ബഡ്ജറ്റ് ഫോണാണ്. അപ്പോൾ ഇതിന്റെ കുറച്ച് ബെസ്റ്റ് ഫീച്ചേഴ്സ് നമുക്ക് കേൾക്കാം. തുടങ്ങിയാലോ ഗൈസ്. ഈ ഫോണിന്റെ ഡിസ്പ്ലേ സൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ 6.52 ഇഞ്ച്. ഓക്കെ, 6.52 ഇഞ്ച്. ഓക്കെ, അതാണ് ഇതിന്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്. പിന്നെ ഗൈസ്, കുറെ പേര് ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, മെമ്മറി ആൻഡ് സ്റ്റോറേജ് എത്രയാണ്? ഞാൻ പറഞ്ഞുതരാം മോനെ, വാ ഇങ്ങോട്ട്. ഗൈസ്, ഈ ഫോണിന്റെ മെമ്മറി ആൻഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 4 GB റാം, 64 GB ആൻഡ് 128 GB ആണ് ഈ ഫോണിന്റെ സ്റ്റോറേജ് വരുന്നത്. നിങ്ങൾക്ക് നല്ല സ്റ്റോറേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ 4 GB റാമാണ് വരുന്നതെന്ന് പറഞ്ഞാൽ. ഓക്കെ, സെറ്റ് അല്ല മോനെ, സെറ്റ്. പിന്നെ ഗൈസ്, അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രാവശ്യം ഈ ഫോണിന്റെ ബാറ്ററി അവർ വലുതാക്കിയിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം ഒരു ബാറ്ററി. വേറൊന്നുമല്ല, 6500 mAh ബാറ്ററിയാണ് കമ്പനി ഈ പ്രാവശ്യം HMD ഫോണിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, സെറ്റ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ക്യാമറ ഗൈസ്. ഈ ഫോണിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ 13 മെഗാ റെയർ ക്യാമറയും 5 മെഗാ ഫ്രണ്ട് ക്യാമറയും ആണ് ഈ ഫോണിന് വരുന്നത്. ഓക്കെ, സെറ്റല്ലേ ഗൈസ്? നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും എടുക്കാനൊക്കെ പറ്റും. ഒരു സാധാരണ ഒരു നോർമൽ ക്യാമറയാണ് ഈ 13 മെഗാ റെയർ ക്യാമറയും 5 മെഗാ ഫ്രണ്ട് ക്യാമറയും. സാധാരണ ഫോട്ടോസും വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു ക്യാമറയുടെ ഭയങ്കര വലിയ ഫോട്ടോസും വീഡിയോസും അങ്ങനെ എടുക്കാനും പറ്റില്ല. സാധാരണ നോർമൽ ഒരു ക്ലാരിറ്റി തന്നെ എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഗൈസ്, ഇതിന് വേറൊരു ഗുണം ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? ഈ ഫോണില്ലേ ഗൈസ്, നമുക്കില്ലേ മൈക്രോ SDXC എന്ന് പറഞ്ഞാൽ കാർഡില്ലേ, അത് ഈ ഫോണിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, നല്ലൊരു ഗുണമാണ് മൈക്രോ SDXC. ഓക്കെ, പിന്നെ ഗൈസ്, ഇതിൻ്റെ ചാർജർ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രശ്നമാണ്. പക്ഷേ ഇതൊരു ബഡ്ജറ്റ് ഫോണായതുകൊണ്ട് ഈ ചാർജറേ ഉള്ളൂ. ഈ ചാർജർ എന്ന് പറഞ്ഞാൽ 10 വാട്ടാണ് ഗൈസ്. 10 വാട്ടിൻ്റെ വയേർഡ് ചാർജിങ്ങാണ് വരുന്നത്. 10 വാട്ടുകളിൽ അത് ഈ ബഡ്ജറ്റ് ഫോൺ ആയതുകൊണ്ടാണ് അങ്ങനെ 10 വാട്ട് കൊടുത്തേക്കണം. 10 വാട്ടിൻ്റെ വയേർഡ് ചാർജിങ് ഉള്ളൂ. പിന്നെ USB Type-C ഇല്ലേ, അത് ഈ ഫോണിന് സപ്പോർട്ട് ചെയ്യോട്ടെ. അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. USB Type-C വെച്ച് നിങ്ങൾക്ക് കുത്താനൊക്കെ പറ്റും. ഓക്കെ, പിന്നെ ഇതിൽ വന്നേക്കണം എന്തായിരുന്നേ, അതന്നെ ഗൈസ്, സോഫ്റ്റ്വെയർ. ഗൈസ്, ഈ ഫോണിൽ വന്നേക്കണം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ആൻഡ്രോയിഡ് ഇല്ലേ ഗൈസ്, ആൻഡ്രോയിഡ് 16ൻ്റെ ഗോ എഡിഷൻ. ഓക്കെ, ആൻഡ്രോയിഡ് 16 ഗോ എഡിഷൻ ആണ് ഇതിൽ വന്നേക്കണം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. പിന്നെ ഗൈസ്, ഇതിൽ വന്നേക്കണം പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എന്തായിരുന്നു ഗൈസ്, ഇതിൽ വന്നേക്കണം പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, യൂണിസോക്ക് T603. ഓക്കെ, അതാണ് ഇതിൽ വന്നേക്കണം പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ, യൂണിസോക്ക് T603. പിന്നെ പ്രൊസസ്സർ പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ആൻഡ്രോയിഡ് 16 ഗോ എഡിഷൻ. ഓക്കെ, കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റ് ആയിട്ടുള്ള പ്രൊസസ്സറും സോഫ്റ്റ്വെയർ ആണ് കമ്പനി കൊടുത്തേക്കുന്നത്. കാരണം ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ ആയതുകൊണ്ട് അവർ അത്ര വില കൊടുക്കുള്ളൂ. ഓക്കെ ഗൈസ്, സെറ്റല്ലേ? പിന്നെന്തായിരുന്നു ഗൈസ്, പിന്നെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെന്ന് വെച്ചാൽ ഇതിൻ്റെ വില വന്നെന്ന് പറഞ്ഞില്ലേ, പിന്നെ ഒരു കളർ ഗൈസ്, ഇതിൻ്റെ ഇല്ലേ ഗൈസ്, ഈ ഫോണിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ബ്ലൂ കളർ ഉണ്ട്, ഡാർക്ക് ബ്ലൂ, പിന്നെ ഗോൾഡൻ. ഇതാണ് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഡാർക്ക് ബ്ലൂ ആൻഡ് ഗോൾഡൻ. സെറ്റല്ലേ? പിന്നെ ഗൈസ്, അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിലയാണ് ഗൈസ്. ഈ ഫോണിൻ്റെ വില എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു ബഡ്ജറ്റ് ഫോണാണ്, 8500 രൂപയുള്ളൂ. 8500 rupees ഉള്ളൂ ഈ ഫോണിന്. പിന്നെ ഗൈസ്, ഇതിനൊരു ഫീച്ചർ ഉണ്ട്, എന്താണെന്നറിയോ? 3.5 mm ഹെഡ്ഫോൺ ജാക്കില്ലേ, നമുക്ക് ഈ ഫോണിൽ കുത്താൻ പറ്റും. 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, വളരെ നല്ലത്. താങ്ക് യു. ഓക്കെ, കമ്പനി നന്ദി, വളരെ താങ്ക് യു. 3.5 mm ഹെഡ്ഫോൺ ജാക്കും, പിന്നെ ഫോണിൻ്റെ സൈഡിലായിട്ട് ബട്ടൺസുള്ള സൈഡിലില്ലേ ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ലോക്കും ഈ പ്രാവശ്യം കമ്പനി കൊടുത്തിട്ടുണ്ട്. അതും വളരെ ഗുണമുള്ള കാര്യമാണ്. താങ്ക് യു കമ്പനി. HMD-ARC സൈഡിൽ ഒരു ഫിംഗർ പ്രിന്റ് ലോക്കും, പിന്നെ നമുക്ക്
ഹെഡ്ഫോൺ ജാക്കും തന്നെ 3.5 mm. ഓക്കെ, പിന്നെ അറിയാലോ ഗൈസ്, ബഡ്ജറ്റ് ഫ്രണ്ട് ഫോണാണ്. 8500 rupees ഉള്ളൂ. പക്ഷേ ഇത് റിലീസ് ആയിട്ടില്ല, ഈ ഫോൺ റിലീസ് ചെയ്തിട്ടില്ല. ഈ ഫോൺ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തായ്ലാൻഡിലാണ് ഈ ഫോണിൻ്റെ സെയിൽ തുടങ്ങുന്നത്. അത് എന്നാ തുടങ്ങണമെന്ന് വെച്ചാൽ ജൂലൈ 20 തുടങ്ങുള്ളൂ. ഇപ്പോൾ ജൂലൈ 13 അല്ലേ, ജൂലൈ 20 ഇതിൻ്റെ സെയിൽ തുടങ്ങുള്ളൂ. ജൂലൈ 20 2026. അപ്പം ഇനി അധികം ദിവസമൊന്നുമില്ല. തായ്ലാൻഡിലാണ് ഇത് സെയിൽ തുടങ്ങുന്നത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ അണ്ടർ 10K നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ ഫോൺ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്നേ ഞാൻ പറയുള്ളൂ. ഒരു അത്യാവശ്യം നല്ലൊരു ക്യാമറ എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളി ക്യാമറ അങ്ങനെയൊന്നും നിങ്ങൾ ഒട്ടും കരുതി ഇപ്പോൾ ഈ ഫോൺ എടുക്കല്ലേ, ദൈവത്തോർത്ത് ഞാൻ പറയാം. ദൈവത്തിനെങ്കിലും വാക്ക് കേട്ടിട്ട് ആ ഫോൺ പോയി എടുക്കരുത്. ഭയങ്കര കിടിലൻ ക്യാമറയാണെന്നും പറഞ്ഞാൽ ഫോൺ എടുക്കരുത്. ഒരു സാധാരണ നോർമൽ ക്യാമറയാണ് ഈ ഫോണിൻ്റെ. ഓക്കെ, സാധാരണ സോഫ്റ്റ്വെയർ സാധനങ്ങളൊക്കെ ഇല്ല, ഭയങ്കര എക്സ്പെൻസീവ്, ഭയങ്കര കിടിലം അങ്ങനെയൊന്നുമല്ല. സാധാരണ ഒരു യൂസറിന് 10,000 രൂപ അടിയിലുള്ള ഒരു ഫോണായിട്ട് ഞാൻ ഈ ഫോൺ പറയുള്ളൂ. ഡെയിലി യൂസിന് ഒരു 10,000 രൂപയുടെ അടിയിലുള്ള ഒരു ഫോണാണ് ഈ ഫോൺ. ഓക്കെ, ഗോൾഡൻ കളറൊക്കെ എടുക്കും. നിങ്ങൾ എടുക്കണമെങ്കിൽ ഗോൾഡൻ കളർ എടുത്താൽ മതിയാണ് കുറച്ചും കൂടി ഇത്. വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ തായ്ലാൻഡിലോട്ട് കിട്ടോ, സെറ്റ് ആയിക്കോ. കുറച്ച് ദിവസമൊക്കെ പോയി ചില്ല് വൈബൊക്കെ ആയിട്ട് വന്നാൽ മതി. അപ്പോൾ ഗൈസ്, ഇതിനെ പറ്റിയുള്ള കുറച്ച് ബെസ്റ്റ് ഫീച്ചേഴ്സ് ആൻഡ് റിവ്യൂ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത്. ഈ ഫോൺ എടുക്കണമെന്ന് വെച്ചാൽ ഇതൊരു ബഡ്ജറ്റ് ഫോണാണ്. നിങ്ങളുടെ താല്പര്യമാണ്, നിങ്ങളുടെ പ്രൈസ് റേഞ്ചിന് വെച്ച് എടുക്കുക. ഒരു 10,000 രൂപ അടിയിലുള്ള ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഫോൺ എന്തായാലും എടുത്തു 8,500 രൂപയുള്ളൂ. നല്ലൊരു ഫോൺ തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഫോൺ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. എല്ലാം ബഡ്ജറ്റിനനുസരിച്ചുള്ള സോഫ്റ്റ്വെയർ ഇതൊക്കെയാണ് അവർ കൊടുത്തേക്കണത്. പിന്നെ ബാറ്ററി ആയാലും എല്ലാവരും 6500 mAh ബാറ്ററി. പക്ഷെ ചാർജർ പ്രശ്നമാണ്. ചാർജർ 10 വാട്ടേ ഉള്ളൂ. അതാണ് ശോകം എന്ന് പറഞ്ഞാൽ. പക്ഷേ കുത്തികൾ എന്താ കുഴപ്പമില്ല. 8,500 ഉള്ളു കേസ് ആ ഫോണിന്. അപ്പോൾ എന്തായാലും അത്ര 10 വാട്ടിൻ്റെയൊക്കെ വരുള്ളൂ. അതുകൊണ്ട് നമുക്കത് ആശ്വസിക്കാം. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ തായ്ലാൻഡിലോട്ടോ. എനിക്ക് അത്രയൊക്കെ പറയാനുള്ളൂ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വരുന്ന ടെക് വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഇറ്റ്സ് മീ സാവിയോ സൈനിങ് ഔട്ട് ഗൈസ്. ബൈ.